അയാളുടെ കർമ്മത്തിൻ്റെ ഒരു 75-80% വരെ സത്വഗുണമായിരിക്കും. അപ്പോൾ അയാൾ സത്വഗുണപ്രധാനിയാണെന്ന് നമുക്കറിയാം. രജോ ഗുണക്കാരനാണെങ്കിലോ 24 മണിക്കൂർ ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം, വേറെ ഒന്നുമില്ല രജോ ഗുണം. തമോ ഗുണക്കാരനെ അലസനുമാണ്. പക്ഷെ ഒരു വ്യക്തി തന്നെ ഇതെല്ലാം ഉണ്ട്, 3 ഉണ്ട്. പക്ഷെ അതിന് ഏറ്റക്കുറച്ചനുസരിച്ച് അയാൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയാളുടെ കർമ്മം വരിക. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്രപഞ്ച പ്രവർത്തന നിയമത്തെക്കുറിച്ച് പറയാം. ഓരോരുത്തരും പരമാത്മാവിനെ ആശ്രയിച്ച് അവരവരുടെ അഭീഷ്ടം നേടുന്നു. ഏതേത് രീതിയിലാണോ ആരാധിക്കുന്നത് അതത് രീതിയിൽ അനുഗ്രഹിക്കുന്നു.